ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ഒരു പുതിയ ചാപ്റ്ററാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് പ്രധാനമായിട്ടും 5ാമത്തെ ചാപ്റ്റർ ആയിരുന്നു. അപ്പം ഇന്നത്തെ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ്. ഓക്കെ, ഈ ഒരു ചാപ്റ്ററാണ് ഇന്ന് ഞാൻ തുടങ്ങുന്നത്. ഇതിൽ ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് ക്ലാസ്സുകളായിട്ട് പോകുന്നതാണ്. ഓക്കെ, അപ്പോൾ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഈ ഒരു ചാപ്റ്ററിൽ ഈ പോസ്റ്റ് മൗര്യൻ എന്ന് പറഞ്ഞാൽ മൗര്യൻ എംപയറിന് ശേഷമുള്ള പൊളിറ്റിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ഇന്ത്യയിൽ എന്തൊക്കെ നടന്നു, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഈ ഒരു ചാപ്റ്ററിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ഈ ഒരു ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്സ്, അതായത് പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടായിട്ടുള്ള ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഏകദേശം മൗര്യൻ എംപയറിൻ്റെ അവസാനം മുതൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ ആരംഭം വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ്. ഓക്കെ, അത് എന്തൊക്കെയാണ്, അതാണ് ബേസിക്കലി ഞാൻ ഈ ഒരു പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് എന്ന ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഏകദേശം ഫ്രം BC 200 to 300 AD, ഏകദേശം 500ഓളം വർഷം നടന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ചില കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചതാണ് നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ അവസാനം മുതൽ ഗുപ്ത സാമ്രാജ്യത്തിൻ്റെ തുടക്കം വരെ ആ ഒരു കാലയളവിൽ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ ഒരുപാട് രാഷ്ട്രീയ ശക്തികൾ, പൊളിറ്റിക്കൽ പവേഴ്സ് എമേർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പഠിക്കും. അതിനുശേഷം പ്രധാനമായിട്ടും ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ ഉണ്ടായിട്ടുള്ള ചില ന്യൂ ആർട്ടിൻ്റെ കല, അതോടൊപ്പം തന്നെ ആർക്കിടെക്ചർ, റിലീജിയൻ, ഇതിലൊക്കെ ഉണ്ടായിട്ടുള്ള ന്യൂ ഫീച്ചേഴ്സ്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പം പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് എന്നാണ് നിങ്ങളുടെ 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേര്. ഓക്കെ, ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കുന്നതോടുകൂടി പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു മൗര്യൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരുപാട് പൊളിറ്റിക്കൽ റീജിയൻസ് അത് എമേർജ് ചെയ്തിട്ടുണ്ട്. ഡിഫറെൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള പൊളിറ്റിക്കൽ റീജിയൻസ്. ഓക്കെ, അതിന് നമ്മൾ പ്രധാനമായിട്ടും മൗര്യൻ സാമ്രാജ്യത്തിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഉയർന്നു വന്നിട്ടുള്ള ചില പൊളിറ്റിക്കൽ റീജിയൻസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ ഫോക്കസ് ചെയ്യും. ഇനി പ്രധാനമായിട്ടും ഈ കാലഘട്ടത്തിൽ പുറത്തു നിന്നും ഇൻവേഷൻസ് നടന്നിട്ടുണ്ട്. അവരിവിടെ വന്ന് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഏതൊക്കെ പ്രധാനമായിട്ടും സെൻട്രൽ ഏഷ്യയിൽ നിന്നും ഇന്ത്യയിലോട്ട് വരികയും ഇവിടെ സെറ്റിൽമെൻറ്റ് നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ള ഏതൊക്കെ ഡൈനാസ്റ്റികൾ ഉണ്ടെന്നുള്ളത് പഠിക്കും. പിന്നീട് ഈ റോമൻസുമായിട്ട് ഇന്ത്യക്കുണ്ടായിട്ടുള്ള വ്യാപാര ബന്ധത്തെക്കുറിച്ച് പഠിക്കും. അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് ഓഫ് റോമൻ ട്രേഡ് വിത്ത് ഇന്ത്യ. ഇന്ത്യക്ക് റോമൻസുമായിട്ട് നടത്തിയ വ്യാപാരത്തിലൂടെ ഉണ്ടായിട്ടുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിക്കും. പിന്നെ പ്രധാനമായിട്ടും ഈ ഒരു 200 BC മുതൽ 300 AD വരെയുള്ള കാലഘട്ടത്തിൽ ആവിർഭവിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില വേരിയസ് സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യും. പിന്നെ അവസാനമായിട്ട് ഈ ഒരു സൗത്ത് ഇന്ത്യയിലോട്ട് വരുമ്പം അവിടുത്തെ അതിൻ്റെ ഒരു ഏർലി ഹിസ്റ്ററി ഓഫ് സൗത്ത് ഇന്ത്യയുടെ ഏർലി ഹിസ്റ്ററി പഠിക്കും. അതോടൊപ്പം തന്നെ സംഘം ലിറ്ററേച്ചറിൻ്റെ സിഗ്നിഫിക്കൻസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് എന്ന ഈ ഒരു പെർട്ടിക്കുലർ ചാപ്റ്ററിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ എന്ന നിലയിൽ പറഞ്ഞതാണ്. ഓക്കെ, ഇനി ഈ ഒരു ക്ലാസ്സിൽ ഞാൻ ആദ്യമായിട്ട് തുടങ്ങുന്നൊരു ടോപ്പിക് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് നോർത്ത് ഇന്ത്യ. ഓക്കെ, അതായത് പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞു. അപ്പം വീണ്ടും ഈ ഒരു പോസ്റ്റ് മൗര്യൻ എന്നിങ്ങനെ പറയേണ്ടതില്ല. അതായത് നോർത്ത് ഇന്ത്യയുടെ പൊളിറ്റിക്കൽ ഹിസ്റ്ററി എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലാണെന്ന് വെച്ചാൽ മൗര്യൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം, അല്ലെങ്കിൽ പോസ്റ്റ് മൗര്യൻ എംപയറിന് ശേഷം നോർത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്തായിരുന്നു എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് നോർത്ത് ഇന്ത്യ
ഓക്കെ, അതായത് പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലുള്ള നോർത്ത് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുക. ഓക്കെ, അതായത് ഈ മൗര്യൻ എംപയർ എന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു എംപയർ അത് നശിച്ച സമയത്ത്, അതിൻ്റെ തകർച്ചയ്ക്ക് ശേഷം വളരെ കൃത്യമായിട്ട് നമ്മൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കിങ്ഡംസ് ഓക്കെ, അതിൻ്റെ ആവിർഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഒരു എംപയർ അല്ലെങ്കിൽ ഒരു വളരെ യൂണിറ്റിയുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള ഒരു എംപയർ മൗര്യൻ എംപയറിന് ശേഷം വന്നില്ല. പക്ഷെ നേരെ മറിച്ച് എന്താണ് ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ മൗര്യൻ എംപയർ എന്ന വളരെ വലിയൊരു സാമ്രാജ്യം അത് തകരുന്നു. അതിനുശേഷം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ചെറിയ ചെറിയ കിങ്ഡംസുകൾ ഫോം ചെയ്യപ്പെട്ടു. ഓക്കെ, സോ അതേ സമയം തന്നെയാണ് നമ്മൾ വിറ്റ്നസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും വെസ്റ്റേൺ ചൈനയിൽ നിന്നുമൊക്കെ വിദേശികൾ ഇന്ത്യയിലേക്ക് വരികയും ഇന്ത്യയെ ആക്രമിക്കുകയും ഇവിടെ അവരുടെ ഒരു സെറ്റിൽമെന്റ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ പറയുന്ന പിന്നീട് ഇന്ത്യയിലോട്ട് സെറ്റിൽമെന്റ് നടത്തി അല്ലെങ്കിൽ ഇൻവേഷൻസ് നടത്തി ഇവിടുത്തെ റൂളേഴ്സ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട സെൻട്രൽ ഏഷ്യയിൽ നിന്നുള്ളതും അതോടൊപ്പം തന്നെ വെസ്റ്റേൺ ചൈനയിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ടുണ്ട്. അതിൽ പ്രമുഖ ഒരു വിഭാഗം റൂളേഴ്സാണ് ഇൻഡോ ഗ്രീക്സ്, സ്കൈത്തിയൻസ് ഓർ ഷാഗാസ്, ഓക്കെ, അതോടൊപ്പം തന്നെ പാർത്തിയൻസ് ഓർ പഹ്ലവാസ് ആൻഡ് ദെൻ ദ കുഷാനാസ്. ഓക്കെ, സോ ഇവരെല്ലാവരും ഇന്ത്യയിൽ ഭരണാധികാരികളായിരുന്നു. പക്ഷെ അവർ ഇന്ത്യൻ ഒറിജിൻ അല്ല, അവർ സെൻട്രൽ ഏഷ്യയിൽ നിന്നും വെസ്റ്റേൺ ചൈനയിൽ നിന്നൊക്കെ ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇവിടെ സെറ്റിൽമെൻറ്റ് നടത്തിയിട്ട് ഇവിടുത്തെ ഭരണാധികാരികളായിട്ട് മാറിയ ആളുകളാണ്. ഇൻഡോ ഗ്രീക്സ് ഉണ്ട്, പാർത്തിയൻസ് ഉണ്ട്, ദെൻ സ്കൈത്തിയൻസ് ഉണ്ട്, ദെൻ വി ഹാവ് കുഷാനാസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു വിവിധ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഏഷ്യയിൽ നിന്നും വെസ്റ്റേൺ ചൈനയിൽ നിന്നൊക്കെ ഉള്ള ഇവരുമായിട്ടുള്ള ഒരു ക്ലോസ് കോണ്ടാക്ട്സ് ആണ് നമ്മൾക്ക് ഒരു സെൻട്രൽ ഏഷ്യൻ പൊളിറ്റിക്സിനെ പറ്റിയും അവരുടെ കൾച്ചറിനെ പറ്റിയൊക്കെ വളരെ അടുത്ത ഒരു ഇൻഫർമേഷൻസ്, ഒരു കോണ്ടാക്ട്സ് നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പുറത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ സമ്പർക്കത്തിൽ ഏർപ്പെട്ടപ്പോഴാണ്. ഓക്കെ, ഇനി അത്തരത്തിലുള്ള ആളുകൾ ആരൊക്കെയായിരുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന ആളുകളെ ആണ് നമ്മൾ പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് എത്രയേ ഉള്ളൂ, ഒരുപാട്, അതായത് മൗര്യൻ എംപയറിൻ്റെ തകർച്ചയ്ക്ക് ശേഷം ഒരുപാട് റീജിയണൽ കിങ്ഡംസ് ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ, വ്യത്യസ്തമായ ഭാഗങ്ങളിലെല്ലാം ഫോം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതേ കാലഘട്ടത്തിൽ തന്നെ ഞാൻ പറഞ്ഞു വിദേശികളും ഇന്ത്യ ആക്രമിക്കുകയും ഇവിടെ സെറ്റിൽമെൻറ്റ്, ഇവിടുത്തെ റൂളേഴ്സ് ആവുകയും ചെയ്തു. അതാണ് ഈ പറഞ്ഞ ഇൻഡോ ഗ്രീക്സ്, സ്കൈത്തിയൻസ്, പാർത്തിയൻസ്, ദെൻ കുഷാനാസ് ഒക്കെ. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കിങ്ഡം ആയിട്ടുള്ള വളരെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ സുംഗ ഡൈനാസ്റ്റിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സുംഗ എന്ന് പറയുന്നത് ഈ പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ്. ഓക്കെ, സോ ഈ ഒരു മൗര്യൻ എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷമാണെന്ന് പറഞ്ഞു. അപ്പം മൗര്യൻ എംപയറിൻ്റെ അവസാനത്തെ രാജാവിനെ അദ്ദേഹത്തിനെ വധിക്കുന്നത് പുഷ്യമിത്ര സുംഗ എന്ന സുംഗ ഡൈനാസ്റ്റിയിലെ വളരെ പ്രധാനപ്പെട്ട വ്യക്തിയായിരുന്നു. ആ പുഷ്യമിത്ര സുംഗ എന്ന് പറയുന്നത് ഈ ലാസ്റ്റ് മൗര്യൻ റൂളറിൻ്റെ കമാൻഡർ ഇൻ ചീഫ് ആയിരുന്നു. അദ്ദേഹം മൗര്യൻ രാജാവിനെ വധിച്ചുകൊണ്ടാണ് ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ ഒരു ഡൈനാസ്റ്റി സുംഗ ഡൈനാസ്റ്റി അദ്ദേഹം സ്ഥാപിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പുഷ്യമിത്ര സുംഗ എന്നുള്ളതാണ്. അപ്പം മൗര്യൻ തകർച്ചയ്ക്ക് ശേഷം ഇന്ത്യയിൽ ഉയർന്നു വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡൈനാസ്റ്റിയാണ് സുംഗ ഡൈനാസ്റ്റി. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ സുംഗാസ് എന്ന് പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ഭരിച്ചു. സോ ആ ഒരു സമയത്ത് വളരെ കൃത്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു നോർത്ത് ഇന്ത്യയിൽ സുംഗാസ് ഭരിച്ചു. ആ സമയത്ത് ഇൻഡോ ഗ്രീക്സ് എന്ന് പറയുന്ന വിഭാഗം, അവരെയാണ് നമ്മൾ യവനാസ് എന്ന് പറയുന്നുണ്ട്. അവർ ബേസിക്കലി ഈ കാലഘട്ടത്തിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് വന്നിട്ടുള്ള ആളുകളാണ് ബാക്ട്രിയാസ് എന്ന് പറയുന്ന ബാൽക്ക്, ഒരു ഇൻഡിപെൻഡൻറ്റ് പവറായിട്ട് വന്നു. അവരും നോർത്ത് വെസ്റ്റേൺ ആൻഡ് നോർത്തേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ട്. അപ്പം ഇവരെല്ലാവരും, അതായത് നോർത്ത് ഇന്ത്യ ഭരിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു സുംഗാസ് ഉണ്ട്. സുംഗാസ് വന്നിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് മൗര്യൻ റൂളറെ വധിച്ചിട്ട് അദ്ദേഹത്തിന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള പുഷ്യമിത്ര സുംഗൻ ആ മൗര്യൻ രാജാവിനെ വധിച്ചതിന് ശേഷമാണ് സുംഗ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നത്. പിന്നീട് ഞാൻ പറഞ്ഞു ഇൻഡോ ഗ്രീക്സ് വരുന്നുണ്ട്. ഇൻഡോ ഗ്രീക്സിന്റെ പേരാണ് യവനാസ് എന്ന് പറയുന്നത്. പിന്നീട് ബാക്ട്രിയാസ് ഉണ്ട്. ബാക്ട്രിയാസ് ഒരു ഇൻഡിപെൻഡൻറ്റ് പവറായിട്ട് വരുന്നു. അവരെല്ലാം നോർത്ത് വെസ്റ്റേൺ ആൻഡ് നോർത്തേൺ പാർട്സ് ഓഫ് ഇന്ത്യ ഭരിച്ചിട്ടുണ്ടായിരുന്ന വിഭാഗം ആളുകളായിരുന്നു. ഓക്കെ,
സോ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പുഷ്യമിത്ര സുംഗനെ ഈ ഡെമിട്രസ് എന്ന ഒരു ബാക്ട്രിയൻ റൂളറുമായിട്ടൊരു കോൺഫ്ലിക്റ്റിലുണ്ടായിരുന്നു. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, സുംഗ ഡൈനാസ്റ്റി ഇന്ത്യയിലുള്ള സമയത്ത് ഓൾറെഡി ഈ പറഞ്ഞിട്ടുള്ള മറ്റ് സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞു. ഓക്കെ, ഇൻഡോ ഗ്രീക്സ് ഉണ്ട്, ബാക്ട്രിയൻസ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഈ പുഷ്യമിത്ര സുംഗൻ എന്ന സുംഗ ഡൈനാസ്റ്റിയിലെ രാജാവിന് അദ്ദേഹത്തിന് ഡെമിട്രസ് എന്ന ബാക്ട്രിയൻ അദ്ദേഹം ഒരു ഗ്രീക്ക് റൂളറാണ്. ബാക്ട്രിയസ് എന്ന് പറയുന്നത് ഗ്രീക്കാണ്. ആ ഗ്രീക്ക് റൂളറായിട്ടുള്ള ഡെമിട്രസുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു. ആ ഒരു വളരെയധികം ഒരു പൊളിറ്റിക്കൽ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഒരു കോൺഫ്ലിക്റ്റ് അവർ തമ്മിൽ ഉണ്ടായെന്ന് പറഞ്ഞു. വളരെ കൃത്യമായിട്ട് ഈ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ടിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. അതായത് ഇത്രയേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സുംഗ ഡൈനാസ്റ്റി നമ്മൾ പറഞ്ഞു, പുഷ്യമിത്ര സുംഗ സ്ഥാപിച്ചു, റൈറ്റ്. ആ കാലഘട്ടത്തിൽ ഇൻഡോ ഗ്രീക്സും ബാക്ട്രിയൻസും ഇവിടെ വന്നിട്ടുണ്ട്. അവരുമായിട്ട് പ്രത്യേകിച്ച് ബാക്ട്രിയൻ കിങ് ആയിട്ടുള്ള ഡെമിട്രസുമായിട്ട് പുഷ്യമിത്ര സുംഗൻ ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊരു വലിയൊരു പൊളിറ്റിക്കൽ ഡാമേജ് ഒന്നും ഉണ്ടാക്കിയില്ല എന്ന് പറഞ്ഞു. ഇനി ചില ഇൻസ്ക്രിപ്ഷൻസ് ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചില ഇൻസ്ക്രിപ്ഷൻസ് ഉണ്ട്. വളരെ പ്രധാനമായിട്ടും ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത് അത് എൻഗ്രേവ് ചെയ്യപ്പെട്ടിട്ടത് പില്ലർ അറ്റ് ബെസ്ന നഗർ, അതൊരു പ്രസന്റ് വിദിഷയിലുള്ള ബെസ്ന നഗറിൽ നിന്നും ഒരു ഇൻസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട്. ആ ഇൻസ്ക്രിപ്ഷനിൽ വളരെ കൃത്യമായിട്ട് ഈ ഒരു ഇൻഡോ ഗ്രീക്കുമായിട്ട് ഇവരുമായിട്ടുള്ളൊരു കണക്ഷൻ, അവരുമായിട്ടൊരു ബന്ധമുള്ളതിനെ പറ്റി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. ചരിത്രപരമായിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന രീതിയിൽ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ക്രിപ്ഷനെയും പറയാം എന്നുള്ളതാണ്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് ചരിത്രപരമായിട്ട് നമ്മൾ നോക്കുമ്പം ആർക്കിയോളജിക്കൽ എവിഡൻസുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻസ് നൽകുന്നുണ്ട്. ഓക്കെ, സോ ഇതാ വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് സെഞ്ച്വറിയുടെ ഒരു സെക്കൻഡ് ക്വാർട്ടറൊക്കെ ആയപ്പോഴേക്കും ഈ സുംഗ ഡൈനാസ്റ്റിയുടെ ഒരു അവസാന റൂളറിനെ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്ററായിട്ടുള്ള വസുദേവൻ വധിക്കുകയാണ്. ഓക്കെ, സോ അവിടെ പിന്നീട് ഒരു പുതിയൊരു ഡൈനാസ്റ്റി വരുന്നു. അതാണ് കൺവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മനസ്സിലാക്കണം, ഈ സുംഗ ഡൈനാസ്റ്റി വരുന്നത് എങ്ങനെയായിരുന്നു? അവസാനത്തെ മൗര്യൻ റൂളറിനെ പുഷ്യമിത്ര സുംഗൻ വധിച്ചതിന് ശേഷമാണ്. അതിനുശേഷമാണ് സുംഗ ഡൈനാസ്റ്റി വന്നത്. ഈ സുംഗ ഡൈനാസ്റ്റി എങ്ങനെ അവസാനിച്ചു എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സുംഗ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളറിൻ്റെ മിനിസ്റ്റർ ആ സുംഗ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളറിനെ വധിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഓൾറെഡി ഈ ഡൈനാസ്റ്റി എങ്ങനെയായിരുന്നു ഫോം ചെയ്തത് അതുപോലെ തന്നെ പിന്നീടുള്ള ഒരു ഡൈനാസ്റ്റി കൂടെ ഫോം ചെയ്യപ്പെടുന്നു. അവസാനത്തെ സുംഗ റൂളറിനെ വധിച്ചതിന് ശേഷം ഈ അദ്ദേഹത്തിൻ്റെ മിനിസ്റ്റർ ആയിട്ടുള്ള വസുദേവൻ ഒരു പുതിയ ഡൈനാസ്റ്റി സ്ഥാപിക്കുന്നതാണ് കൺവ ഡൈനാസ്റ്റി എന്ന് പറയുന്നത്. സോ കൺവ ഡൈനാസ്റ്റിനെ പറ്റി വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സുംഗാസിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, അത് എമേർജ് ചെയ്തത് എങ്ങനെയാണെന്ന് പറഞ്ഞു. മൗര്യൻ റൂളറിനെ വധിച്ചതിന് ശേഷമാണ്. അതിനുശേഷം അത് അവസാനിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഈ സുംഗ ഡൈനാസ്റ്റിയുടെ അവസാനത്തെ റൂളറിൻ്റെ മിനിസ്റ്റർ ആയിട്ടുള്ള വസുദേവൻ ആ അവസാനത്തെ റൂളറിനെ വധിച്ചുകൊണ്ടാണ് ഒരു പുതിയ ഡൈനാസ്റ്റി തുടങ്ങുന്നത്. അതാണ് കൺവ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കാലഘട്ടത്തിൽ ഇവർ ഇൻഡോ ഗ്രീക്സുമായിട്ടും അതോടൊപ്പം തന്നെ ബാക്ട്രിയൻസുമായിട്ടും ഒക്കെ ബന്ധമുണ്ടായിരുന്നു. ഡെമിട്രസുമായിട്ട് ഒരു പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിൽ പുഷ്യമിത്ര സുംഗൻ ഏർപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഇൻസ്ക്രിപ്ഷൻസും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സുംഗാസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്ത ഒരു കാറ്റഗറി എന്ന് പറയുന്നതാണ് ദ ബാക്ട്രിയൻസ് ഓർ ദി ഇൻഡോ ഗ്രീക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഒരു വിഭാഗം ആളുകൾ വളരെ പ്രധാനപ്പെട്ട, അതായത് ഞാൻ പറഞ്ഞു ഇൻഡോ ഗ്രീക്സ് അല്ലെങ്കിൽ ബാക്ട്രിയൻസ് എന്ന് പറയുന്ന ഇത് ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള ആളുകളാണ്, പുറത്തുനിന്ന് വന്നിട്ടുള്ളത്, റൈറ്റ്. ഓക്കെ, അപ്പം അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ സവിശേഷതകളെ കുറിച്ചാണ്, അവരുടെ റൂളേഴ്സിനെ പറ്റിയാണ് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ ബാക്ട്രിയൻസ് ഓർ ദി ഇൻഡോ ഗ്രീക്സ്, അവർ ഇൻഡോ ഗ്രീക്സ് അല്ലെങ്കിൽ ബാക്ട്രിയൻസ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സോ നമുക്കറിയാം അലക്സാണ്ടർ എന്ന ചക്രവർത്തി അദ്ദേഹം ഒരുപാട് ഇൻവേഷൻസ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള ഭരണാധികാരിയായിരുന്നു. ആ അലക്സാണ്ടറിൻ്റെ മരണം 323 അലക്സാണ്ടർ ചക്രവർത്തി മരിച്ചതിനെ തുടർന്ന് ഒരുപാട് ഗ്രീക്ക് സെറ്റിൽമെൻറ്റ് ഇന്ത്യയുടെ നോർത്ത് വെസ്റ്റേൺ ബോർഡേഴ്സിൽ ഇന്ത്യയുടെ പ്രദേശത്ത് അത്തരത്തിലുള്ള ഗ്രീക്ക് സെറ്റിൽമെൻറ്റ് നടന്നു. അവർ
അവർ അതിന് വളരെ പ്രധാനമായിട്ടൊരു സെൻറ്ററായിട്ടുള്ള അവരുടെ ഇമ്പോർട്ടൻറ്റ് സെൻറ്ററായിട്ട് അവർ ബാക്ട്രിയ എന്നൊരു പ്രദേശത്തെ കണക്കാക്കി. ഓക്കെ, ആ ബാക്ട്രിയ എന്ന് പറയുന്ന ഒരു പ്രദേശം വളരെ സിഗ്നിഫിക്കൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ബാക്ട്രിയൻസിൻ്റെ ഒരു പ്രദേശമായിരുന്നു. ഓക്കെ, സോ ഈ ബാക്ട്രിയ എന്ന പ്രദേശത്തിൻ്റെ ഭരണാധികാരികളെയാണ് ബാക്ട്രിയൻ ഗ്രീക്സ് എന്ന് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് അവരെ ബാക്ട്രിയൻ ഗ്രീക്സ് എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ ഹെലനിസ്റ്റിക് അല്ലെങ്കിൽ ഗ്രീക്ക് ആൻസസ്ട്രിയുടെ ഭാഗമായിട്ടാണ് അവരെ ബാക്ട്രിയൻ ഗ്രീക്സ് എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, അപ്പം അലക്സാണ്ടറിന്റെ മരണശേഷം ഇന്ത്യയുടെ നോർത്തേൺ വെസ്റ്റേൺ ബോർഡേഴ്സിൽ ഇന്ത്യയുടെ ആ ഒരു പെർട്ടിക്കുലർ പ്രദേശങ്ങളിൽ ബാക്ട്രിയ എന്ന പ്രദേശത്തെ ഇമ്പോർട്ടൻറ്റ് സെൻറ്റർ ആക്കിക്കൊണ്ട് ഒരുപാട് ഗ്രീക്ക് സെറ്റിൽമെൻറ്റ് ഇന്ത്യയിൽ നടന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവരെ എന്തുകൊണ്ടാണ് ബാക്ട്രിയൻ ഗ്രീക്സ് എന്ന് വിളിക്കുന്നത് വെച്ചാൽ അവരുടെ ഹെലനിസ്റ്റിക് അഥവാ ഗ്രീക്ക് ആൻസസ്ട്രിയുടെ കാരണം കൊണ്ടാണ് അവരെ ഈ ബാക്ട്രിയൻ ഗ്രീക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പുഷ്യമിത്ര സുംഗ ഡൈനാസ്റ്റിയിലെ റൂളറായിട്ടുള്ള പുഷ്യമിത്ര സുംഗൻ ഈ ഒരു ബാക്ട്രിയൻസ് അഥവാ ഇൻഡോ ഗ്രീക്കിലെ ഒരു ഭരണാധികാരിയുമായിട്ട് പൊളിറ്റിക്കൽ കോൺഫ്ലിക്റ്റിൽ വന്നു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറഞ്ഞത് ഡെമിട്രസ് എന്നായിരുന്നു. ഓക്കെ, സോ ഡെമിട്രസ് അപ്പം ഒരു ബാക്ട്രിയൻ ഭരണാധികാരിയാണ്. ഓക്കെ, എന്നാൽ വളരെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മോസ്റ്റ് സെലിബ്രേറ്റ് ചെയ്ത ഒരു ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരിയായിരുന്നു മെനാൻഡർ. ഓക്കെ, അപ്പോൾ മെനാൻഡർ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ബാക്ട്രിയൻ കിങ് ആയിരുന്നു, ഇൻഡോ ഗ്രീക്ക് റൂളർ ആയിരുന്നു മെനാൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ ഒരു എംപയർ കവർ ചെയ്ത ഒരു സ്ഥലം എന്ന് പറയുന്നത് സദേൺ അഫ്ഗാനിസ്ഥാൻ മുതൽ ഗാന്ധാര വരെയുള്ള പ്രദേശം, അതോടൊപ്പം തന്നെ ദ റെസ്റ്റ് വെസ്റ്റ് ഓഫ് ദി റിവർ ഇൻഡസ്, ഇത്രയും പ്രദേശങ്ങൾ ഈ മെനാൻഡർ എന്ന ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരി ഭരിച്ച കാലഘട്ടത്തിൽ അദ്ദേഹം കൈയടക്കി വെച്ചിട്ടുള്ള തൻ്റെ എംപയർ എന്ന് പറയുന്നത് അത്രയും വലിയ പ്രദേശങ്ങളിലായിരുന്നു. ഓക്കെ, സോ ഈ മെനാൻഡറിനെ നമ്മൾ ചരിത്രത്തിൽ മറ്റൊരു കൃതിയിൽ മെനാൻഡറിനെ സൂചിപ്പിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും മിലിന്ദ പൻഹോ എന്ന ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റാണ്. ഓക്കെ, സോ നാഗസേനൻ എന്ന ബുദ്ധിസ്റ്റ് മോങ്കും മെനാൻഡർ എന്ന ഇൻഡോ ഗ്രീക്കും തമ്മിലുള്ള കോൺവെർസേഷൻ ആയിരുന്നു ബേസിക്കലി മിലിന്ദ പൻഹോ എന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പം മിലിന്ദ പൻഹോ എന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൽ പ്രതിപാദിക്കുന്ന ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരിയാണ് മെനാൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, സോ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ബേസിക്കലി ആ ഒരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് അദ്ദേഹം ഈ ഒരു നാഗസേനനുമായിട്ടുള്ള കോൺവെർസേഷന് ശേഷം അദ്ദേഹം ബുദ്ധിസം എന്ന റിലീജിയൻ വിശ്വസിക്കുകയും അതിനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി മെനാൻഡർ ഭരിച്ച ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 155 BC മുതൽ 130 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ഇൻഡോ ഗ്രീക്ക് ഭരണാധികാരിയായ മെനാൻഡർ ഇന്ത്യ ഭരിച്ചിരുന്നത്. ഓക്കെ, അപ്പം മെനാൻഡറിനെ പറ്റി പറയുമ്പോൾ നിർബന്ധമായിട്ട് മിലിന്ദ പൻഹോ ഓർമ്മിക്കണം. എന്താണ് മിലിന്ദ പൻഹോ എന്ന് വെച്ചാൽ അതൊരു ബുദ്ധിസ്റ്റ് ടെക്സ്റ്റ് ആണ്. ആ ടെക്സ്റ്റിന്റെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ ബുദ്ധിസ്റ്റ് മോങ്കായിട്ടുള്ള നാഗസേനനും ഇൻഡോ ഗ്രീക്ക്. എന്താണ് മിലിന്ദ പൻഹോ എന്ന് വെച്ചാൽ അത് പ്രധാനമായും ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞിട്ടുള്ള മെനാൻഡർ എന്ന ബാക്ട്രിയൻ ഭരണാധികാരിയുടെ ഫിലോസഫിക്കലായിട്ടുള്ള ചില ചോദ്യങ്ങൾ, എന്നാൽ നാഗസേനൻ അതിന് വളരെ കൃത്യമായിട്ട് കൊടുക്കുന്ന മറുപടികൾ. ഇതാണ് ബേസിക്കലി ഈ പറഞ്ഞിട്ടുള്ള മിലിന്ദ പൻഹോ എന്ന ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിൻ്റെ വളരെ പ്രധാനമായിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് മെനാൻഡർ എന്ന് പറയുന്നത് ഈ ഇൻഡോ ഗ്രീക്കിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭരണാധികാരിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻഡോ ഗ്രീക്സ് അഥവാ ബാക്ട്രിയൻസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി അടുത്തത് പ്രധാനമായിട്ടും വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഡൈനാസ്റ്റി എന്നത് ഷാഗാസ് ആണ്. ഓക്കെ, ഷാഗാസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ടേം ആണ്. ഒരു ഷാഗാസ് എന്ന ഇന്ത്യൻ ടേം പ്രധാനമായും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സ്കൈത്തിയൻസ് എന്ന ജനതയെ വിളിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ഉപയോഗിച്ചിട്ടുള്ള ഇന്ത്യൻ വാക്കാണ് ഷാഗാസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ സ്കൈത്തിയൻസ് അഥവാ ഷാഗാസ് എന്ന് പറയുന്നത് അവർ പ്രധാനമായിട്ടും അവരുടെ ഒറിജിനലായിട്ട് അവരുടെ പ്രദേശം എന്ന് പറയുന്നത് അവർ ഏത് പ്രദേശത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആളുകളാണെന്ന് വെച്ചാൽ അവർ സെൻട്രൽ ഏഷ്യൻ ഒറിജിൻ ആയിരുന്നു. ഓക്കെ, അതും ആ പ്രദേശത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ജനതയായിരുന്നു സ്കൈത്തിയൻസ് അഥവാ ഷാഗാസ് എന്ന് പറയുന്നത്. ഓക്കെ, അവരുടെ നൈബേഴ്സ് ആയിട്ടുള്ള അവരുടെ അയൽ ട്രൈബ് ആയിട്ടുള്ള യൗച്ചീസ്. ഓക്കെ, യൗച്ചീസ് എന്നത് ആ ഒരു ട്രൈബൽ വിഭാഗത്തിൽ ഉൾപ്പെട്ടതായിരുന്നു കുഷാനാസ്.
കുഷാനാസ്. ഓക്കെ, കുഷാനാസ് നമ്മൾ പിന്നീട് പഠിക്കുന്നതാണ്. ആ കുഷാനാസ് ട്രൈബിൻ്റെ യൗഷീസ് എന്ന നൈബർ ട്രൈബൽ സ്റ്റോക്ക് അല്ലെങ്കിൽ ട്രൈബ്സിനെ ഡിഫീറ്റ് ചെയ്തുകൊണ്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അവർ നോർത്ത് വെസ്റ്റേൺ ഇന്ത്യയിലെ അറൗണ്ട് താക്സിലയിൽ 1st സെഞ്ച്വറി BC അവർ വരികയും അവിടെ വളരെ കൃത്യമായിട്ടൊരു സെറ്റിൽമെൻറ്റ് നടത്തി അവിടെ ഒരു ഡൈനാസ്റ്റി ഫോം ചെയ്യുകയും ചെയ്തു. ഓക്കെ, അവരുടെ ശാഖ റൂളേഴ്സിൻ്റെ ഒരു ടെറിട്ടറീസ് അവർ ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ അവരുടെ ഒരു ഭൂപ്രദേശം അത് എക്സ്റ്റെൻഡ് ചെയ്തത് അപ് ടു മധുര ആൻഡ് ഗുജറാത്ത്. ആ ഒരു പ്രദേശം വരെ ഈ സ്കൈത്യൻസ് അഥവാ ശാഖാസിൻ്റെ ഭരണകാലയളവിൽ അവർ അത്രയും പ്രദേശങ്ങൾ വരെ ഭരിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, സോ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൈത്യൻസ് അഥവാ ശാഖ റൂളർ എന്ന് പറയുന്നത് ഇന്ത്യയിലുണ്ടായത് രുദ്രദാമനായിരുന്നു. ഓക്കെ, അപ്പം വളരെ ഫേമസ് ആയിട്ടുള്ള ശാഖ റൂളർ രുദ്രദാമൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം 2nd സെഞ്ച്വറിയുടെ ഒരു മിഡിൽ ആ ഒരു കാലഘട്ടത്തിലാണ് രുദ്രദാമൻ രുദ്രദാമൻ എന്ന സ്കൈത്യൻ റൂളർ അല്ലെങ്കിൽ ശാഖ റൂളർ ഇവിടെ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. സോ അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ആ ഒരു എംപയർ ഓൾമോസ്റ്റ് വെസ്റ്റേൺ ഇന്ത്യ മുഴുവനായിട്ട് കവർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ രുദ്രദാമനുമായി ബന്ധപ്പെട്ട് പറയുമ്പം ചരിത്രത്തിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അദ്ദേഹം ഇഷ്യൂ ചെയ്തിട്ടുള്ള ഗിർനാർ ഓർ ജുനഗർ ഇൻസ്ക്രിപ്ഷൻ ആണ്. ആ ജുനഗർ ഇൻസ്ക്രിപ്ഷൻ വാസ് ഇഷ്യൂഡ് ബൈ രുദ്രദാമൻ. ഓക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ശാഖ അല്ലെങ്കിൽ സ്കൈത്യൻ റൂളറായിട്ടുള്ള രുദ്രദാമൻ അദ്ദേഹം ഇഷ്യൂ ചെയ്തിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആണ് ജുനഗർ അല്ലെങ്കിൽ ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഓക്കെ, സോ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഒരു പെർട്ടിക്കുലർ ഇൻസ്ക്രിപ്ഷനിൽ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നത് ഒരു റോയൽ ഇൻസ്ക്രിപ്ഷൻ ആണ്. ഏർലി ഇന്ത്യനെ കുറിച്ചുള്ള വളരെ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു റോയൽ ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നു. അത് എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്ന ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശാഖാസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നതാണ് പ്രത്യാൻസ്. ഓക്കെ, അതായത് നമ്മൾ വളരെ കൃത്യമായിട്ട് നമുക്ക് പാർത്തിയൻസ് എന്ന രീതിയിൽ പറയും. ഓക്കെ, അപ്പോൾ അവരുടെ പേരെന്ന് പറയുന്നത് പാർത്തിയൻസ് എന്നാണ്. ഓക്കെ, അപ്പം ശാഖാസ് എന്ന് പറഞ്ഞു, നമ്മൾ ഇൻഡോ ഗ്രീക്സ് പറഞ്ഞു, ഇനി ആദ്യം സുങ്ക ഡൈനാസ്റ്റി പറഞ്ഞു. ഇനി നമ്മൾ പഠിക്കേണ്ടത് ദ പാർത്തിയൻസ്. ഓക്കെ, പാർത്തിയൻ ഡൈനാസ്റ്റി. ഓക്കെ, സോ പാർത്തിയൻസിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് അവർ ഇറാനിയൻ ഒറിജിനാണ്. ഓക്കെ, അതായത് ഇവരെല്ലാം പുറത്തുനിന്ന് വന്ന ആളുകളാണ്. ഓക്കെ, അപ്പം ഈ പാർത്തിയൻസ് എന്ന ഈ ഒരു ഡൈനാസ്റ്റി അവരുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഇറാനിയൻ ഒറിജിൻ ആയിരുന്നു. അവരുടെ വളരെ ഇവർക്ക് ഈ ഒരു സ്ട്രോങ് ആയിട്ട് ശാഖാസുമായിട്ടൊരു കൾച്ചറൽ കോണ്ടാക്ട്സ് കീപ്പ് ചെയ്തിരുന്ന ആളുകളായിരുന്നു പാർത്തിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ഗ്രൂപ്പിനെയാണ് ഇന്ത്യൻ സോഴ്സിൽ പ്രധാനമായിട്ടും ശാഖ പഹ്ലവ എന്ന് പറയുന്നത്. അത് ശാഖ പഹ്ലവ എന്ന് അങ്ങനെ അവരെ പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ശാഖാസുമായിട്ട് അവർ കീപ്പ് ചെയ്തിട്ടുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ കോണ്ടാക്ട്സ് ഉണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെ ശാഖ പഹ്ലവ എന്ന് ഇന്ത്യൻ സോഴ്സുകളിൽ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ കാലഘട്ടത്തിൽ ഈ ഒരു പാർത്തിയൻസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നതാണ് തഗ്തി ബാഹി. ഓക്കെ, ആ ഇൻസ്ക്രിപ്ഷൻ പ്രധാനമായും റിക്കവർ ചെയ്തിട്ടുള്ള പ്രദേശം എന്ന് പറയുന്നത് പേഷ്വാറിനടുത്തുള്ള മാർദൻ എന്ന പ്രദേശത്തിലുമാണ്. ആ മാർദൻ എന്ന പെർട്ടിക്കുലർ പ്രദേശത്ത് വെച്ചിട്ടാണ് ഈ തഗ്തി ബാഹി എന്ന ഇൻസ്ക്രിപ്ഷനെ റിക്കവർ ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞു രുദ്രദാമനുമായി ബന്ധപ്പെട്ട് നമ്മൾ ശാഖ റൂളറായിട്ടുള്ള രുദ്രദാമനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നു ഗിർനാർ ഇൻസ്ക്രിപ്ഷൻ അഥവാ ജുനഗർ ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളത്. ഓക്കെ, ഈ പാർത്തിയൻസുമായി ബന്ധപ്പെട്ട് അസോസിയേറ്റ് ചെയ്ത വളരെ പ്രധാനപ്പെട്ട നോർത്ത് വെസ്റ്റേൺ ഏരിയ ഓഫ് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻസ്ക്രിപ്ഷൻ ആയിരുന്നു തഗ്തി ബാഹി എന്ന ഇൻസ്ക്രിപ്ഷൻ. ഓക്കെ, അത് പേഷ്വാറിനടുത്തുള്ള മർദാൻ എന്ന പ്രദേശത്ത് വെച്ചിട്ടാണ് അത് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു ഇൻസ്ക്രിപ്ഷൻ പ്രധാനമായിട്ടും ഡേറ്റ് അതിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് 45 AD ആണ്. ആ പെർട്ടിക്കുലർ ഇൻസ്ക്രിപ്ഷനിൽ റെഫർ ചെയ്യുന്ന പാർത്തിയൻ റൂളർ എന്ന് പറയുന്നത് ഗോണ്ടോ ഫെറ
ഫെർണസ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രുദ്രദാമനൊക്കെ ശാഖ റൂളർ ആണെങ്കിൽ, അല്ലെങ്കിൽ മെനാൻഡർ എന്ന് പറയുന്നത് ഇൻഡോ ഗ്രീക്ക് റൂളർ എന്ന് പറഞ്ഞു. ഓക്കെ, അതുപോലെ പാർത്തിയൻ റൂളറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള റൂളറാണ് ഗോണ്ടോ ഫെർണസ് എന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇൻസ്ക്രിപ്ഷനിലും റെഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ആ ഒരു ഗോണ്ടോ ഫെർണസ് എന്ന വളരെ പ്രധാനപ്പെട്ട പാർത്തിയൻ റൂളറിനെ ചില സോഴ്സുകളൊക്കെ, ചില ലിറ്റററി സോഴ്സസിലെല്ലാം ഈ സെന്റ് തോമസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് പറയുന്നുണ്ട്. ഓക്കെ, സോ വളരെ കൃത്യമായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു പാർത്തിയൻസ് എന്ന വളരെ പ്രധാനപ്പെട്ട ഇറാനിയൻ ഒറിജിനുള്ള ഈ ഭരണാധികാരികൾ, ഈ ഒരു റൂളേഴ്സ് അവരിവിടെ വരികയും ഇവിടെ സെറ്റിൽ ചെയ്യുകയും ചെയ്തതാണ്. അപ്പോൾ അതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു റൂളറാണ് ഞാൻ ഈ പറഞ്ഞ ഗോണ്ടോ ഫെർണസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് ഈ ഒരു ക്ലാസ്സുമായി ഈ ഒരു പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് നോർത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഞാൻ ആദ്യമായിട്ട് പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. ദ സുങ്കാസ് പറഞ്ഞു, ദെൻ ദ ബാക്ട്രിയൻസ് ഓർ ദി ഇൻഡോ ഗ്രീക്സ് എന്താണെന്ന് പറഞ്ഞു, അതിനുശേഷം ശാഗാസ് പറഞ്ഞു, ദെൻ ദ പാർത്തിയൻസ് പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനിയുള്ളത് വളരെ സെപ്പറേറ്റ് ആയിട്ടുള്ള ചില ടോപ്പിക്കുകളാണ്. കുഷാനാസ് നമ്മൾ സെപ്പറേറ്റ് തന്നെ പഠിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇത്രയും നോർത്ത് ഇന്ത്യയിൽ പോസ്റ്റ് മൗര്യൻ, അപ്പം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഈ ഇൻഡോ ഗ്രീക്സ് ആയാലും പാർത്തിയൻസ് ആയാലും ശാഗാസ് ആയാലും ഈ സുങ്കാസ് ആയാലും ഇവരെല്ലാം എമേർജ് ചെയ്ത കാലഘട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മൗര്യൻ എംപയർ അവസാനിച്ചതിന് ശേഷമാണ്. ആ മൗര്യൻ എംപയറിന്റെ തകർച്ചയ്ക്ക് ശേഷമാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഒരുപാട് റീജിയണൽ കിങ്ഡംസ് കാണപ്പെട്ടത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റീജിയണൽ കിങ്ഡംസ് ഇങ്ങനെ ഫോം ചെയ്തെന്ന് പറഞ്ഞു, അതേ സമയത്ത് തന്നെയാണ് നമ്മൾ ഫോറിൻ ഇൻവേഷൻ കൂടെ ആ ഒരു സമയത്ത് നമ്മൾ അവരുടെ ഒരു ഇൻവേഷൻ കൂടെ കാണാൻ വേണ്ടി സാധിച്ചു എന്നാണ് പറയുന്നത്. അത്തരത്തിൽ വന്ന പ്രത്യേകിച്ച് സെൻട്രൽ ഏഷ്യയിൽ നിന്നും വെസ്റ്റേൺ ചൈനയിൽ നിന്നും ഒക്കെ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഡൈനാസ്റ്റികളെ പറ്റി പറഞ്ഞു, അവരുടെ പ്രധാനപ്പെട്ട റൂളേഴ്സ് പറഞ്ഞു, ചില ഇൻസ്ക്രിപ്ഷൻസ് അവരുമായി അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പം ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളൂ. സോ താങ്ക് യു.